ഏതായാലും അതിൻ്റെ ഏറെക്കുറെ അവസാനത്തിൻ്റെ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഏറ്റവും അവസാനമല്ല, അതിൻ്റെ അവസാനം തൊട്ട് കുറച്ച് മുമ്പുള്ള ഒരു ഭാഗം, അതെന്തോ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കിട്ടിയില്ല തോന്നുന്നുണ്ട്. ഏതെല്ലാം കിട്ടിയ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 5 മൗലിദുകൾ നിങ്ങൾ ഇവിടെ വായിച്ചത് അംഗീകരിച്ച പണ്ഡിതന്മാരെ പ്രസിദ്ധീകരിച്ച തെറ്റുതിരുത്തിയ മൗലിദുകൾ അതിവിടെ വ്യക്തമായി മുന്നിലുണ്ട്. ആ മൗലിദുകളിൽ ഒരു സംവാദം നടത്താൻ അവർ സന്നദ്ധരാണോ എന്ന ഐക്യവേദിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ പോലും മുജാഹിദുകൾക്ക് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നത് ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകന്മാർ മാത്രമല്ല, ഈ CD പുറത്തിറങ്ങിയാൽ ഇത് കാണുന്ന അനേകായിരം ആളുകളും അത് ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒത്തുചേരലിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കുതന്ത്രങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എപ്പോഴും ഈ കുതന്ത്രത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകാറുള്ളത്. റസൂലുള്ള പറഞ്ഞ തന്നെ അത് തന്നെയാണ്. ഒരു സംഗതി, ഇവിടെ അവരൊരു 5 വായിച്ചു, നിങ്ങളൊരു 12 വായിച്ചു. നിങ്ങളും സംഘടിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ വായിച്ച 12 ഈ പറഞ്ഞ പോലെ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിനവരാണ് റെഡിയാണെങ്കിൽ ഓക്കെ. ഞങ്ങളിതാ 10,000 കുതിരശക്തിയോടെ തയ്യാറാണ്. അലൈഹി മുസ്ലിയാരോട് പ്രത്യേകം പറയാം. അതേക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മളെ അദ്ദേഹം ചോദിച്ചു, പേരൊക്കെയാണ് കേട്ടോ, ഷിഹാബുദ്ദീൻ ചോദിച്ചത് ഈ ഏട്ടിലുള്ളത് എന്റെ വല്യമ്മ ഓതിയതാണ്, ഇതിപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, തെറ്റാണോ പിഴവാണോ നേരത്തെ ചോദിച്ചതാണ്. ഇതിപ്പോ പുതിയ വിവരമായി പറയേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു അതിൽ തകരാറുകൾ ഇല്ലാത്ത സഹയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണിത്. ഇതല്ലാത്ത മൗലിദുകൾ അതിലുള്ളതിൽ പിഴവുകളുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പറയാവൂ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോ പുതിയൊരു വാദമായിട്ട് കൊണ്ടുവരേണ്ടതില്ല. ഉറപ്പുള്ളൊരു 5 കൂടെ പറഞ്ഞല്ലോ, 2 കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും ചോദിച്ചല്ലോ, ഒരു സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് തകരാറില്ലാതെ ഞങ്ങൾ പറയും, ഞങ്ങളുടെ കാലത്തിൽ അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ടാവട്ടെ. ഇന്ന് സമയം ഇപ്പോൾ 4:30 മണിക്ക് തുടങ്ങിയത് 12:30 മണി പിന്നിട്ടു. അതുകൊണ്ട് ഇവിടെ ഐക്യവേദി ചോദിച്ച 5 മൗലിദ്, ആ 5 മൗലിദുകളെ കുറിച്ച് തന്നെ ചർച്ചയിലേക്കും സംവാദത്തിലേക്കും വരണമെന്നാണ് മുജാഹിദ് വിഭാഗത്തോട് വളരെ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോ ഐക്യവേദി ചോദിച്ച 5 എന്നാ പറഞ്ഞത്. അതിന് മുമ്പ് ഐക്യവേദി 12 ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ മറക്കാൻ പാടില്ല. ഒരു കാര്യം ഈ കാണുന്നവർ കേൾക്കുന്നവർ മനസ്സിലാക്കുക, ഇത്രയും കാലം ഈ നാട്ടിലുള്ള ആളുകൾ അതുപോലുള്ള സബീരയുടെ ഏടുകൾ, ആചാര്യ വക മൗലിദ് കിതാബുകൾ പുണ്യമാണെന്ന് കരുതിയാ ചൊല്ലിയതും ഇതുപോലുള്ള മുസ്ലിയാക്കന്മാർ ചൊല്ലിച്ചത് അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളെ ഈ രംഗത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ നല്ലൊരു വേളയാണിത്. അഥവാ നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? നിങ്ങളുടെ വീടുകളിലെ സബീരയുടെ കിതാബുകൾ, ആ കിതാബുകളിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്, കള്ളക്കഥകളുണ്ട്, അതുപോലെ ശിർക്കിന്റെ വരികളുണ്ട്, അതുപോലെ തന്നെ വിദഗ്ധാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമാകണമെന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യമാകണമെന്നായിരുന്നു ഈ വല്ലപ്പുഴയിലെ ഐക്യവേദിയുടെ ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അത് ബോധ്യമായിരിക്കുകയാണ്. സംഘടിപ്പിച്ച ഓരോരുത്തർക്കും മനസ്സിലായി എന്താണ് ഈ നിലക്ക് ഈ സ്വന്തം വീട്ടിലെ കിതാബ് കൊണ്ടുവന്നിട്ട് ഇതിലെ ഈ മാലകൾക്ക് മൗലികമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് മാത്രമല്ല, 12 വായിച്ച് കേൾപ്പിച്ചിട്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ അതേ നിങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് തയ്യാറായിരുന്നെങ്കിൽ വിശ്വസിക്കാമായി നമുക്ക് അവിടെ മറ്റൊരു ആദർശമുണ്ട് എന്ന്. ആദർശമില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ബോധ്യമായ ഗംഭീര രംഗമാണിത് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഈ നിലക്ക് പ്രചരിച്ചിട്ടുള്ള സബീര പോലുള്ള കിതാബുകളിൽ അതില് അന്ധവിശ്വാസങ്ങളുണ്ടോ, തെറ്റുണ്ടോ, കള്ളക്കഥകളുണ്ടോ, ശിർക്കുണ്ടോ, വിദഅത്തുണ്ടോ, ഈ കാര്യങ്ങൾ
നിങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. അതെ, അതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ആയിരിക്കുന്ന ഒരൊറ്റ മുസ്ലിയാക്കന്മാരും ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ബോധ്യമായില്ലേ നിങ്ങൾക്ക്? ബഹുമാന്യ സംഘാടകരെ, സന്തോഷിക്കാൻ നിങ്ങൾക്ക്, ആഹ്ലാദിക്കാൻ നിങ്ങൾക്ക്, നിങ്ങൾ കൊണ്ടുവന്ന ആ സബീല കിതാബിൽ പോലും ചർച്ചയ്ക്ക് അവർ തയ്യാറായിട്ടില്ല എങ്കിൽ അതെ, അവർക്ക് ആദർശമില്ല, ഖുർആന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല എന്ന് ബോധ്യമായില്ലേ സംഘാടകരെ നിങ്ങൾക്ക് പോലും എന്നാണ്. സഹോദരങ്ങളെ, അപ്പൊ ഈ നിലക്ക് വളരെ കൃത്യമായി എല്ലാവർക്കും ബോധ്യമായ രംഗമായിരുന്നു അത്. മാത്രമല്ല, ഇന്ന് നാട്ടിൽ പ്രചരിച്ചിരിക്കുന്ന ആ സബീനയുടെ ആ ഏടുകൾ ശരിയല്ല എന്ന് ആളുകൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലാകാൻ അവസരമുണ്ടായില്ലേ? അതുണ്ടാക്കി തന്ന ബഹുമാന്യരായ ഐക്യവേദിയുടെ സഹോദരങ്ങൾക്ക് ആയിരം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ. അലവി സഖാഫിയെ മുമ്പിലിരുത്തിക്കൊണ്ട് ആ അത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്നുകൊണ്ട് അവരോട് തന്നെ സമ്മതിപ്പിച്ചില്ലേ? അൽഹംദുലില്ലാഹ്, ആവർത്തിച്ച് അല്ലാഹു സ്തുതി നൽകുകയാണ്.